റീയൂണിയനാണോ? സംഭവമൊക്കെ നല്ലതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്റ്റേഷനിൽ വരുന്ന പല കേസുകളുടെയും തുടക്കം ഈ റീയൂണിയനുകളിൽ നിന്നാണ്. അതെന്താ സാറേ പ്രശ്നം? കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുമ്പോഴേ പറയാനായിട്ട് കുറെ ഉണ്ടാവും എല്ലാവർക്കും. ഈ റീയൂണിയന്റെ ആ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരില്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജായി, കോളുകളായി, പിന്നെ അങ്ങനെ പിന്നെ അന്ന് പറയാനായിട്ട് പേടിണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിപ്പോ പറയാനായിട്ട് ഭയങ്കര ധൈര്യമായിരിക്കും. ആ ധൈര്യത്തിൽ അങ്ങോട്ട് പറയുകയും ചെയ്യും. മധുചേട്ടന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ ഇപ്പൊ ചേച്ചിന്ന് നല്ല കിട്ടാറുണ്ടോ? ഇന്നും ഒന്നും കിട്ടിയില്ല. അപ്പൊ മിനിഞ്ഞാന്ന് കിട്ടിയ മിനിഞ്ഞാന്ന് വരണം. അതെന്തൊരു സംഭവം? അതെ, ഒരു കോള് വന്നു. ആരുടെ കോളാ? നമ്മളുടെ ആ മങ്കയില്ലേ, മങ്ക. ചേട്ടന്മാരെ ആൾക്കാര് കൊള്ളാലോ. അതല്ല ചേട്ടൻ ചേച്ചിയുടെ നീട്ടിയത് എന്തായി പറഞ്ഞില്ലേ? അതെ, ആ മങ്ക കുറച്ചു നേരം വിളിച്ച് സംസാരിച്ചു. കുറച്ചു നേരം സംസാരിച്ചു, ചേച്ചി വിളിച്ച് തല്ലി. കുറച്ചെന്ന് പറഞ്ഞൊരു ഒന്നര മിനിറ്റ് സംസാരിച്ചു. 1.5 മണിക്കൂർ. അതെ, ഈ അടി നിനക്ക് കിട്ടേണ്ടതാ. നിന്റെ നമ്പർ ചോദിച്ചിട്ടാണ് അവള് വിളിച്ചേ. എങ്ങനെ കൊടുക്കണേ? ഇത് വർത്താനം പറഞ്ഞ് ഒരുപാട് പറയാനുണ്ടായി. നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടി. അത്രേ ഉള്ളൂ. അപ്പൊ ഈ റീയൂണിയൻ റിസ്ക് പിടിച്ച പരിപാടിയാണല്ലേ? റിസ്ക് ഒന്നുമില്ല. പണ്ട് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ ഈ റീയൂണിയനിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ നേരിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ ആ 10ാം ക്ലാസ്സുകാരനോ ആ കോളേജ് കുമാരനോ ഒന്നും അല്ല നമ്മളെന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. നമുക്ക് ഇന്ന് ചിലപ്പോൾ കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ല.